വചനമൊഴി ഫെബ്രുവരി 10. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 5:12-20. മത്തായിയുടെ സുവിശേഷം 12:9-14. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ ശ്രവിച്ച സുവിശേഷത്തിന്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്നും ധ്യാന വിഷയമാക്കുന്നത്. മിശിഹ സാപത്തിന്റെയും അധീശനാണ് എന്ന കാര്യം ഇന്നലെ നാം ശ്രവിച്ചു. സാപത്തിൽ ഒരു സിനഗോഗിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യന് സൗഖ്യം നൽകിക്കൊണ്ട് സാപത്തിൽ നന്മ ചെയ്യുന്നത് ദൈവഹിതമാണ് എന്ന കാര്യം പഠിപ്പിക്കുകയാണ്. സാപത്തു നിയമത്തിന്റെ പേരിൽ കരുണയില്ലാതെ വർത്തിക്കുകയല്ല, രോഗികളോടും ബലഹീനരോടും കരുണയോടെ പ്രവർത്തിക്കണം. ദൈവ നിയമത്തിന്റെ ഹൃദയം കരുണയാണ് എന്ന കാര്യമാണ് തിരുവചനം ഓർമ്മിക്കുന്നത്. ബലഹീനരോടും കുറവുള്ളവരോടും കരുണ കാണിക്കുന്ന തമ്പുരാൻ ദൈവ നിയമത്തിന്റെ ഹൃദയം കരുണയാണെന്നും മനുഷ്യന്റെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്ലീഹന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നുമുള്ള ലേഖന വായനയിൽ നാം കാണുന്നു, കർത്താവിന്റെ ദൂതൻ രാത്രിയിൽ ജയിലിന്റെ വാതിലുകൾ തുറന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവാലയത്തിൽ പോയി ജീവന്റെ വചനങ്ങൾ എല്ലാ ജനങ്ങളോടും പ്രസംഗിക്കുക. ദൈവത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ഭരണാധികാരികളാൽ ജയിലിലാക്കപ്പെട്ട പത്രോസിനെയും കൂട്ടരെയും ദൈവദൂതൻ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടുകൊണ്ട് ദൈവവചനം, ജീവന്റെ വചനം പ്രഘോഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തനം ആരാലും തടയപ്പെടാൻ കഴിയുകയില്ല. നന്മയും സത്യവും പ്രഖ്യാപിക്കുന്നതുവരെ ദൈവം സ്വതന്ത്രമാക്കും എന്ന കാര്യമാണ് ലേഖനത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നത്. ദൈവഹിതത്തെ തടയുവാൻ മാനുഷിക നിയമങ്ങളോ മാനുഷിക അധികാരങ്ങൾക്കോ സാധ്യമല്ല. ദൈവഹിതമനുസരിച്ച് ജീവന്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ ശുശ്രൂഷകനും, ഓരോ വിശ്വാസിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിയമത്തിന്റെ പേരിൽ ദൈവത്തിന്റെ കരുണയെ നിഷേധിക്കരുതെന്നും നിയമത്തിന്റെ പേരിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നത് തടസ്സപ്പെടരുതെന്നും ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനും ദൈവിക നിയമത്തിന്റെ അന്തസത്തയായ കരുണയോടെ പ്രവർത്തിക്കുവാനും കരുണയിൽ ചേർന്ന ദൈവഹിതത്തെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങളെ അകറ്റുവാനും സാഹചര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.